ഹായ് ഓൾ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗവൺമെൻറ് ബജറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ബജറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. എന്നാൽ ഇതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലുമാണ്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബജറ്റിലേക്ക് കടക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ മറ്റൊരു കാര്യം പറയാം. നമ്മളിന്ന് ബജറ്റിനെ കുറിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. പൊതുവായിട്ട് ബജറ്റ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്താണ്, അവയുടെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ബജറ്റിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ബീന മാം നേരത്തെ ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല. നമ്മളിന്ന് ബജറ്റിനെ കുറിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. എന്താണ് ഒരു ബജറ്റ് എന്ന് പറയുന്നത്? ബജറ്റ് എന്നാൽ പൊതുവെ പറയുമ്പോൾ വരവ് ചെലവ് കണക്കുകളുടെ ഒരു രേഖയാണ് അല്ലേ. ഒരു രാഷ്ട്രത്തിൻ്റെ വാർഷിക വരവ് ചെലവ് കണക്കുകളുടെ രേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സാമ്പത്തിക വർഷത്തേക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവുകളും ചെലവുകളും അടങ്ങിയ ധനകാര്യ രേഖയാണ് പൊതുവെ നമ്മൾ ബജറ്റായിട്ട് പറയുന്നത്. നിശ്ചിത കാലയളവിൽ തിരികെ ലഭിക്കേണ്ടതും അതുപോലെ ചെലവഴിക്കേണ്ടതുമായിട്ടുള്ള ആകെ തുകയുടെ ഒരു രേഖയാണ് ബജറ്റായിട്ട് പറയുന്നത്. അത് കണക്കാക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തിലാണ്. അപ്പോൾ എന്താണ് സാമ്പത്തിക വർഷം? ഇന്ത്യയിൽ നമ്മൾ സാമ്പത്തിക വർഷം എന്ന് പൊതുവെ കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ഈ ഒരു ബജറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? വരവ് ചെലവ് കണക്കിൻ്റെ ഒരു രേഖ തയ്യാറാക്കുക, എത്ര രൂപ ചെലവാക്കണം, എത്ര രൂപ സമാഹരിക്കണം എന്നതിനെക്കുറിച്ചുള്ള നയങ്ങൾ തയ്യാറാക്കുക, അതുപോലെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു ബജറ്റിൻ്റെ ലക്ഷ്യമായിട്ട് നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്നത്. വരവ് ചെലവ് കണക്കുകൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയണം, അത് എങ്ങനെയൊക്കെ ചെലവാക്കണം, എങ്ങനെയൊക്കെ സേവ് ചെയ്യണം എന്നതിനെക്കുറിച്ച് അറിയണം, അതിലൂടെ എങ്ങനെയാണ് ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ പറ്റുക എന്നും അറിയണം. ഇതൊക്കെയാണ് ബജറ്റിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ബജറ്റ് എന്നൊരു വാക്ക് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്നാണ് അറിയേണ്ടത്. ബോഗറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ബജറ്റ് എന്നൊരു വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. ഈ ഒരു ബോഗറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചെറിയ തുകൽ സഞ്ചി എന്നാണ്. പണ്ട് ചെറിയ തുകൽ സഞ്ചിയിലാണ് നമ്മൾ ബജറ്റ് കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ്, അതിൽ നിന്നാണ് ഈ ഒരു പേരുണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോൾ ബോഗറ്റ് എന്നൊരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്നൊരു പദം രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ബജറ്റ് എന്ന് പറയുന്നൊരു വാക്കുണ്ടോ? അങ്ങനെ ഒരു വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന് പകരമായിട്ട് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആർട്ടിക്കിൾ 112 ഭരണഘടനയിൽ ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ. ഇനി ആരാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്? ധനകാര്യമന്ത്രിയാണ്. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ആരുടെ പേരിലാണ് ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്? രാഷ്ട്രപതിയുടെ പേരിൽ. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെങ്കിലും രാഷ്ട്രപതിയുടെ പേരിലാണ് ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി മാസമാണ് ആ ഒരു വർഷത്തെ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത്. ഇനി ബജറ്റിൻ്റെ പിതാവ്, ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മെഹ്ലനോബിസ് ആണ്. PC മെഹ്ലനോബിസ് ആണ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ബജറ്റിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത് ക്യാനിങ് പ്രഭുവിൻ്റെ കാലത്താണ്. 1860 ക്യാനിങ് പ്രഭുവിൻ്റെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് ജെയിംസ് വിൽസൺ. ജെയിംസ് വിൽസൺ ആണ് 1860 ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി, ക്യാനിങ് പ്രഭുവിൻ്റെ കാലത്ത്. ഈ ഒരു ജെയിംസ് വിൽസനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യാന്തര പ്രസിദ്ധീകരണമായിട്ടുള്ള ദി എക്കണോമിസ്റ്റിൻ്റെയും അതുപോലെ ചാർട്ടേഡ് ബാങ്കിൻ്റെയും സ്ഥാപകനാണ് ജെയിംസ് വിൽസൺ. ദ എക്കണോമിസ്റ്റിൻ്റെയും ചാർട്ടേഡ് ബാങ്കിൻ്റെയും സ്ഥാപകനാണ് ജെയിംസ് വിൽസൺ. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാഷ്ട്രത്തിൻ്റെ വാർഷിക വരവ് ചെലവ് കണക്കുകളുടെ രേഖയാണ് ബജറ്റ്. ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്.
ഇന്ത്യൻ ഭരണഘടനയിലെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്ന് പരാമർശിക്കപ്പെടുന്നത് ബജറ്റിനെയാണ്. അതായത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ബജറ്റിനെ പരാമർശിച്ചിട്ടുള്ളത്. ഇതെവിടെയാണ് പരാമർശിച്ചിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയിൽ ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 112 വകുപ്പാണ്. 112 വകുപ്പാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഇനി ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് ആരാണ്? PC മെഹ്ലനോബിസ് ആണ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ്. ഇന്ത്യയിൽ ബജറ്റ് സംവിധാനം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ക്യാനിങ് പ്രഭു ആണ്. 1860 ഇന്ത്യയിൽ ബജറ്റ് സംവിധാനം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഭരണാധികാരി ക്യാനിങ് പ്രഭു ആണ്. ആ ഒരു ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ജെയിംസ് വിൽസൺ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ജെയിംസ് വിൽസൺ ആണ്. ഓക്കെ ആണല്ലോ. ഇനി സ്വതന്ത്ര ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖം ചെട്ടിയാണ്. R.K. ഷൺമുഖം ചെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കമ്മി ബജറ്റ് അവതരിപ്പിച്ചതും R.K. ഷൺമുഖം ചെട്ടി തന്നെയാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചതും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കമ്മി ബജറ്റ് അവതരിപ്പിച്ചതും R.K. ഷൺമുഖം ചെട്ടി തന്നെയാണ്. ഇനി റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി ആണ്. അതായത് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി ആണ്. ഈ ഒരു ജോൺ മത്തായിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയും ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളിയും ജോൺ മത്തായി ആണ്. അതുപോലെ കേന്ദ്ര ധനകാര്യ മന്ത്രിയായ ആദ്യത്തെ മലയാളിയും ജോൺ മത്തായി ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മിച്ച ബജറ്റ് അവതരിപ്പിച്ചതും ഈ ജോൺ മത്തായി തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? റിപ്പബ്ലിക് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. കേന്ദ്ര ധനകാര്യ മന്ത്രിയായ ആദ്യ മലയാളിയാണ് ജോൺ മത്തായി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മിച്ച ബജറ്റ് അവതരിപ്പിച്ചതും ജോൺ മത്തായി ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയും ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളിയും ജോൺ മത്തായി ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കമ്മി ബജറ്റ് അവതരിപ്പിച്ചത് R. ഷൺമുഖം ചെട്ടിയാണെന്നും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മിച്ച ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി ആണെന്നും. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ബജറ്റുകളുടെ പേരിങ്ങനെ വന്നിട്ടുള്ളത്? 3 തരം ബജറ്റുകളാണ് നമുക്കുള്ളത്. സന്തുലിത ബജറ്റ്, മിച്ച ബജറ്റ്, കമ്മി ബജറ്റ്, ബാലൻസ്ഡ്, സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് ബജറ്റ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുവെ ചെലവുകൾ വരുമാനത്തേക്കാൾ കൂടുതലാവുമ്പോഴാണ് കമ്മി ബജറ്റ് ഉണ്ടാകുന്നത്. എന്നാൽ വരുമാനം ചെലവുകളേക്കാൾ കൂടുതലാവുമ്പോഴാണ് ബജറ്റ് മിച്ച ബജറ്റായിട്ട് മാറുന്നത്. വരുമാനവും ചെലവും തുല്യമാകുമ്പോൾ അതെന്താവും? സന്തുലിത ബജറ്റാവും. സന്തുലിതം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് എന്ന് പറയുമ്പോൾ വരുമാനവും ചെലവും ഒരുപോലെ ആവും, തുല്യമായിട്ട് വരും. എന്നാൽ കമ്മി എന്ന് പറയുമ്പോൾ പേരിൽ നിന്ന് തന്നെ ഉണ്ടല്ലോ, കുറവാണ്. പൊതു ചെലവുകൾ വരുമാനത്തേക്കാൾ കൂടുതലാവുമ്പോഴാണ് കമ്മി ബജറ്റ് ഉണ്ടാവുന്നത്. മിച്ച ബജറ്റ് എന്താണ്? എന്തെങ്കിലും മിച്ചം വേണ്ടേ? അപ്പോൾ വരുമാനം ചെലവുകളേക്കാൾ കൂടുതലായിട്ട് വരുമ്പോഴാണ് ബജറ്റ് മിച്ച ബജറ്റ് ആവുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖം ചെട്ടിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കമ്മി ബജറ്റ് അവതരിപ്പിച്ചതും R.K. ഷൺമുഖം ചെട്ടിയാണ്. ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി ആണ്. ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളിയാണ് ജോൺ മത്തായി. ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായിട്ടുള്ള ആദ്യത്തെ മലയാളിയാണ് ജോൺ മത്തായി. പിന്നെന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയും ജോൺ മത്തായി ആണ്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മിച്ച ബജറ്റ് അവതരിപ്പിച്ചതും ജോൺ മത്തായി ആണ്. അപ്പം 3 തരം ബജറ്റുകൾ നമ്മൾ പറഞ്ഞു. സന്തുലിത, മിച്ച, കമ്മി ബജറ്റുകൾ. പൊതു ചെലവുകൾ വരുമാനത്തേക്കാൾ കൂടുതലാവുമ്പോൾ ബജറ്റ് കമ്മി ബജറ്റാവുന്നു. വരുമാനം ചെലവുകളേക്കാൾ കൂടുതലാവുമ്പോൾ ബജറ്റ് മിച്ച ബജറ്റാവുന്നു. വരുമാനവും ചെലവുകളും തുല്യമാവുമ്പോൾ അത് സന്തുലിത ബജറ്റാവുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് റെയിൽവേ ബജറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കാം. 1920-21 കാലഘട്ടത്തിൽ അക്വർത്ത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ജനറൽ ബഡ്ജറ്റിൽ നിന്ന് റെയിൽവേ ബഡ്ജറ്റിനെ വേർതിരിച്ചത്.
1920-21 കാലഘട്ടത്തിൽ അക്വർത്ത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും റെയിൽവേ ബഡ്ജറ്റിനെ വേർതിരിച്ചത്. അപ്പോൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്, അല്ലെങ്കിൽ ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും റെയിൽവേ ബഡ്ജറ്റിനെ വേർതിരിച്ചത്? അക്വർത്ത് കമ്മീഷനാണ്. അക്വർത്ത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും റെയിൽവേ ബഡ്ജറ്റിനെ വേർതിരിച്ചത്. ഇനി അത് ഏത് വർഷമാണ്? 1924 ജനറൽ ബഡ്ജറ്റ് റെയിൽവേ ബഡ്ജറ്റിൽ നിന്നും വേർതിരിച്ച വർഷം 1924. അങ്ങനെയാണെങ്കിൽ റെയിൽവേ ബഡ്ജറ്റ് അവതരണം തുടങ്ങിയത് എന്നാണ്? അതേ വർഷം തന്നെയാണ് കേട്ടോ, 1924 തന്നെയാണ്. 1924 റെയിൽവേ ബഡ്ജറ്റ് അവതരണം തുടങ്ങിയത്. ജനറൽ ബഡ്ജറ്റ് റെയിൽവേ ബഡ്ജറ്റിൽ നിന്നും വേർതിരിച്ചത് 1924. റെയിൽവേ ബഡ്ജറ്റ് അവതരണം തുടങ്ങിയതും 1924 തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞു ജനറൽ ബഡ്ജറ്റിനെ റെയിൽവേ ബഡ്ജറ്റിൽ നിന്നും വേർതിരിച്ചു 1924. പക്ഷേ പിന്നീട് അതിനെ തുടർന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ബിബേക് ദിബ്രോയ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും തമ്മിൽ ലയിപ്പിക്കാൻ ഒരു ആലോചനയുണ്ടായി. അതിനെ തുടർന്ന് റെയിൽവേ ബഡ്ജറ്റ് പൊതു ബജറ്റുമായിട്ട് 2017 ലയിപ്പിച്ചു. അപ്പോൾ ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും തമ്മിൽ ലയിപ്പിക്കാൻ ശുപാർശ നൽകിയ കമ്മിറ്റി ബിബേക് ദെബ്രോയ് കമ്മിറ്റിയാണ്. ബിബേക് ദെബ്രോയ് കമ്മിറ്റിയാണ് ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും തമ്മിൽ ലയിപ്പിക്കാൻ ശുപാർശ നൽകിയ കമ്മിറ്റി. ഓക്കെ, അപ്പോൾ അതിനുശേഷം റെയിൽവേ ബഡ്ജറ്റ് പൊതു ബജറ്റിൻ്റെ ഭാഗമായി മാറിയത് 2017. അപ്പം അങ്ങനെയാണെങ്കിൽ 2016 അവസാന റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രി ആരാണ്? സുരേഷ് പ്രഭു ആണ് കേട്ടോ. അവസാന റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രി സുരേഷ് പ്രഭു ആണ്. റെയിൽവേ ബഡ്ജറ്റ് പൊതു ബജറ്റിൻ്റെ ഭാഗമായി മാറിയത് 2017. ഇനി ലയനത്തിന് ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലിയാണ് കേട്ടോ. അരുൺ ജെയ്റ്റ്ലിയാണ് ലയനത്തിന് ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. ഇനി നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ ആദ്യ റെയിൽവേ മന്ത്രിയും ഇന്ത്യയുടെ ആദ്യ റെയിൽവേ മന്ത്രിയായ മലയാളിയും ആരാണ്? ജോൺ മത്തായി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടല്ലോ. ഇന്ത്യയുടെ ആദ്യ റെയിൽവേ മന്ത്രിയും ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളിയും ജോൺ മത്തായി ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി ആരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോൻ. പനമ്പള്ളി ഗോവിന്ദ മേനോനാണ് ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി. ഇനി ഇന്ത്യയിൽ റെയിൽവേ മന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് കേട്ടോ. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഇന്ത്യയിൽ റെയിൽവേ മന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി. ഇനി റെയിൽവേ മന്ത്രിയായ ആദ്യ വനിത ആരാണ്? മമതാ ബാനർജിയാണ്. മമതാ ബാനർജിയാണ് റെയിൽവേ മന്ത്രിയായ ആദ്യ വനിത. അപ്പോൾ നിലവിലെ റെയിൽവേ മന്ത്രി ആരാണ്? നിലവിലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. നിലവിലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? അക്വർത്ത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും റെയിൽവേ ബഡ്ജറ്റിനെ വേർതിരിച്ചത്. ജനറൽ ബഡ്ജറ്റ് റെയിൽവേ ബഡ്ജറ്റിൽ നിന്നും വേർതിരിച്ച വർഷം 1924. അവസാന റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭു ആണ്. റെയിൽവേ ബഡ്ജറ്റ് പൊതു ബഡ്ജറ്റിൻ്റെ ഭാഗമായി മാറിയത് 2017. ലയനത്തിന് ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് അരുൺ ജെയ്റ്റ്ലിയാണ്. ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും തമ്മിൽ ലയിപ്പിക്കാൻ ശുപാർശ നൽകിയ കമ്മിറ്റി ബിബേക് ദിബ്രോയ് കമ്മിറ്റിയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായ ആദ്യ മലയാളി ആരാണ്? ജോൺ മത്തായി ആണ്. ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. ഇന്ത്യയിൽ റെയിൽവേ മന്ത്രി ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇത് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നതാണ്, അപ്പോൾ ഇതൊന്നും മിസ്സാവരുത്. ഇനി റെയിൽവേ മന്ത്രിയായ ആദ്യ വനിത മമതാ ബാനർജിയും നിലവിലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമാണ്. ഓക്കെ, ബജറ്റുമായി ബന്ധപ്പെട്ട മറ്റ് ചില ചോദ്യങ്ങൾ കൂടി നമുക്കിനി പഠിക്കാം. ലോക്സഭ രൂപീകരണത്തിന് ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് CD ദേശ്മുഖാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയും CD ദേശ്മുഖ് തന്നെയാണ്. CD ദേശ്മുഖുമായി 2 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു.
ലോക്സഭാ രൂപീകരണത്തിന് ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് CD ദേശ്മുഖാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയും CD ദേശ്മുഖ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇടക്കാല ബജറ്റ് എന്നൊരാശയം മുന്നോട്ട് വെച്ചതാരാണ്? അത് RK ഷൺമുഖം ചെട്ടിയാണ് കേട്ടോ. ഇടക്കാല ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് RK ഷൺമുഖം ചെട്ടിയാണ്. RK ഷൺമുഖം ചെട്ടി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നല്ലോ, എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? RK ഷൺമുഖം ചെട്ടിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് RK ഷൺമുഖം ചെട്ടിയാണ്. ഇടക്കാല ബജറ്റ് എന്നൊരാശയം മുന്നോട്ട് വെച്ചതും RK ഷൺമുഖം ചെട്ടി തന്നെയാണ്. ഓക്കെ. ഇനി ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത. അപ്പോൾ രണ്ടാമത്തെ വനിത ആരാണ്? ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിത നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമനാണ് ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിത. നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ട 2-3 ചോദ്യങ്ങൾ കൂടിയുണ്ട്. സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രിയും നിർമ്മല സീതാരാമനാണ്. അതുപോലെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയും നിർമ്മല സീതാരാമനാണ്. സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു, അതുപോലെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചു. അതായത് കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ചു. അവരന്ന് ടാബ്ലറ്റ് നോക്കിയാണ് ബജറ്റ് വായിച്ചത്. അപ്പോൾ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചതും അതുപോലെ സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതുമായ ആദ്യ വനിതാ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് മൊറാർജി ദേശായി. അദ്ദേഹം 10 തവണയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി മൊറാർജി ദേശായിയാണ്. 10 തവണയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചു? ലോക്സഭാ രൂപീകരണത്തിന് ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് CD ദേശ്മുഖാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയും CD ദേശ്മുഖാണ്. ഇടക്കാല ബജറ്റ് എന്നൊരാശയം മുന്നോട്ട് വെച്ചത് RK ഷൺമുഖം ചെട്ടിയാണ്. ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധിയും രണ്ടാമത്തെ വനിത നിർമ്മല സീതാരാമനുമാണ്. ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ വനിത നിർമ്മല സീതാരാമൻ. സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. അതുപോലെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി മൊറാർജി ദേശായിയാണ്. എത്ര തവണയാണ്? 10 തവണ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി മൊറാർജി ദേശായിയാണ്. ഇനി കേരള ബജറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആദ്യത്തെ ധനകാര്യമന്ത്രിയായ C അച്യുതമേനോനാണ്. C അച്യുതമേനോനാണ് കേരളത്തിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? അത് KM മാണിയാണ്. 13 തവണ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി KM മാണിയാണ്. 13 തവണ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സമയം ബജറ്റ് പ്രസംഗം നടത്തിയ വ്യക്തി ഡോക്ടർ തോമസ് ഐസക്കാണ്. 3 മണിക്കൂറും 18 മിനിറ്റുമാണ് അദ്ദേഹം അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗം നീണ്ടു നിന്നത് കേട്ടോ. കേരളത്തിൽ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സമയം ബജറ്റ് പ്രസംഗം നടത്തിയ വ്യക്തി എന്നറിയപ്പെടുന്നത് ഡോക്ടർ തോമസ് ഐസക്കാണ്. 3 മണിക്കൂറും 18 മിനിറ്റും. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? കേരളത്തിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് C അച്യുതമേനോനാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി KM മാണിയാണ്. 13 തവണ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സമയം ബജറ്റ് പ്രസംഗം നടത്തിയ വ്യക്തി ഡോക്ടർ തോമസ് ഐസക്കാണ്. 3 മണിക്കൂറും 18 മിനിറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ നമ്മൾ ബജറ്റുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്. പ്രധാനപ്പെട്ട ബജറ്റിൻ്റെ പോയിന്റ്സ് മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ബജറ്റ്, അതുപോലെ ബജറ്റുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളോ അവയുടെ ഉത്തരങ്ങളോ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇനി ബജറ്റിൻ്റെ വിശദാംശത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഗവൺമെൻറ് ബജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ് ബജറ്റിനെ വേർതിരിച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഫ്ലോ ചാർട്ട് പോലെ. ഗവൺമെൻറ് ബജറ്റ് പൊതുവെ 2ആയിട്ടാണ് ഭാഗിച്ചിട്ടുള്ളത്. റവന്യൂ ബജറ്റെന്നും മൂലധന ബജറ്റെന്നും. അതിനെ തുടർന്നാണ് മറ്റു പല വിഭാഗങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇവയുടെ വിശദാംശങ്ങളാണ് ഇനി മുന്നോട്ട് നമ്മൾ പറയാൻ പോകുന്നത്.
ഒന്നാമതായിട്ട് ബജറ്റിനെ റവന്യൂ ബജറ്റ് എന്നും മൂലധന ബജറ്റ് എന്നുമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഗവൺമെൻറ് ബജറ്റിനെ റവന്യൂ ബജറ്റ് എന്നും മൂലധന ബജറ്റ് എന്നുമായിട്ട് രണ്ട് ഭാഗങ്ങളായി തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് റവന്യൂ ബജറ്റ്? റവന്യൂ ബജറ്റ് എന്നാൽ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ഉൾക്കൊള്ളുന്നതാണ് റവന്യൂ ബജറ്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട്. എന്താണ്? റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ഉൾക്കൊള്ളുന്നതാണ് റവന്യൂ ബജറ്റ് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട്. അപ്പോൾ എന്തായിരിക്കും മൂലധന ബജറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബജറ്റ്? മൂലധന വരുമാനവും മൂലധന ചെലവും അടങ്ങുന്നതാണ് മൂലധന ബജറ്റ് അല്ലെങ്കിൽ മൂലധന അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഗവൺമെൻറ് ബജറ്റ് റവന്യൂ ബജറ്റ് എന്നും മൂലധന ബജറ്റ് എന്നുമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം റവന്യൂ വരുമാനങ്ങളും റവന്യൂ ചെലവുകളും ചേർന്നതാണ് റവന്യൂ ബജറ്റ് എന്ന് പറഞ്ഞു. അതായത് റവന്യൂ ബജറ്റിനെ രണ്ടായിട്ട് തിരിക്കുന്നു, റവന്യൂ വരുമാനങ്ങളെന്നും റവന്യൂ ചെലവുകളെന്നും. അതുപോലെ മൂലധന ബജറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു, മൂലധന വരുമാനങ്ങളെന്നും മൂലധന ചെലവുകളെന്നും. ഓക്കെ, ഇതിൽ വരുമാനങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. റവന്യൂ വരുമാനങ്ങളും മൂലധന വരുമാനങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗവൺമെൻറ്റിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ പൊതുവായിട്ട് തിരിക്കുന്നത് ഈ രണ്ട് വരുമാന മാർഗങ്ങളായിട്ടാണ്, റവന്യൂ വരുമാനവും അതുപോലെ മൂലധന വരുമാനവും. അപ്പോൾ അതിൽ ഒന്നാമത്തേത് റവന്യൂ വരുമാനങ്ങൾ അല്ലെങ്കിൽ റവന്യൂ റെസീപ്റ്റ്സ്. എന്താണത്? ഗവൺമെൻറ്റിന് ബാധ്യതകൾ ഉണ്ടാക്കുകയോ ഗവൺമെൻറ്റിൻ്റെ ആസ്തികൾ ക്ഷയിപ്പിക്കുകയോ ചെയ്യാത്ത വരുമാനങ്ങളാണ് റവന്യൂ വരുമാനങ്ങൾ. റവന്യൂ വരുമാനത്തെ നമ്മൾ പൊതുവായിട്ട് രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്, നികുതി വരുമാനമെന്നും നികുതിയേതര വരുമാനമെന്നും. ഓക്കെ, അപ്പോൾ എന്താണ് റവന്യൂ വരുമാനങ്ങൾ? റവന്യൂ വരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ബാധ്യതകൾ ഉണ്ടാക്കാത്ത വരുമാനങ്ങളാണ്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ആസ്തികളൊന്നും തന്നെ ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നില്ല. റവന്യൂ വരുമാനങ്ങൾ ഗവൺമെൻറ്റിന് ബാധ്യതകൾ ഉണ്ടാക്കുകയോ ഗവൺമെൻറ്റിൻ്റെ ആസ്തികൾ ക്ഷയിപ്പിക്കുകയോ ചെയ്യാത്ത വരുമാനങ്ങളാണ് റവന്യൂ വരുമാനങ്ങൾ. അതിനെ തുടർന്ന് ഈ റവന്യൂ വരുമാനങ്ങൾ രണ്ടായിട്ട് ഭാഗിക്കുന്നു, നികുതി വരുമാനമെന്നും നികുതിയേതര വരുമാനമെന്നും. ഈ ഒരു നികുതിയേതര വരുമാനങ്ങൾ നമുക്ക് പറയാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് മൂലധന വരുമാനങ്ങൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് കൂടെ നോക്കാം. എന്താണ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്? ഗവൺമെൻറ്റിന് ബാധ്യതകൾ ഉണ്ടാക്കുന്നതും ഗവൺമെൻറ്റിൻ്റെ ആസ്തി കുറയ്ക്കുന്നതുമായ വരുമാനങ്ങളാണ് മൂലധന വരുമാനങ്ങൾ. ഗവൺമെൻറ്റിൻ്റെ ബാധ്യതകൾ ഉണ്ടാക്കുന്നതും ആസ്തി കുറയ്ക്കുന്നതുമായ വരുമാനങ്ങളാണ് മൂലധന വരുമാനങ്ങൾ എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിന് ബാധ്യത ഉണ്ടാക്കുകയും അതുപോലെ ആസ്തി കുറയുന്നതുമായ വരുമാനങ്ങളെയാണ് മൂലധന വരുമാനങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന ഉറവിടം എന്താണ്? വായ്പ എടുക്കലാണ്. ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൻ്റെ ഒരു പ്രധാന ഉറവിടം എന്ന് പറയുന്നത് വായ്പകളാണ്. ഈ വായ്പകൾ നമ്മൾ പലിശ സഹിതം തിരിച്ചടക്കേണ്ടേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മൂലധന വരുമാനം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ബാധ്യത ഉണ്ടാക്കുന്നതും അതുപോലെ ആസ്തി കുറയ്ക്കുന്നതുമായ വരുമാനങ്ങളാണ് എന്നത്. അപ്പോൾ ക്ലിയർ ആണല്ലോ? ഗവൺമെൻറ്റിൻ്റെ ബാധ്യതകൾ ഉണ്ടാക്കുന്നതും ആസ്തി കുറയ്ക്കുന്നതുമായ വരുമാനങ്ങളാണ് മൂലധന വരുമാനങ്ങൾ. അപ്പോൾ നമ്മൾ റവന്യൂ വരുമാനങ്ങളും മൂലധന വരുമാനങ്ങളും പറഞ്ഞു. ഇനി നമുക്ക് റവന്യൂ വരുമാനത്തിൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ടുള്ള നികുതി വരുമാനവും നികുതിയേതര വരുമാനവും നോക്കാം. നികുതി വരുമാനം അതായത് ടാക്സ് റവന്യൂ. പേര് പോലെ തന്നെ നികുതികളിൽ നിന്നുള്ള വരുമാനമാണ് നികുതി വരുമാനം. പൊതുവായിട്ട് നമ്മൾ ഈ നികുതികളെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. പ്രത്യക്ഷ നികുതികൾ, ഡയറക്റ്റ് ടാക്സസ്. എന്താണ് ഡയറക്റ്റ് ടാക്സസ്? ആദായ നികുതി, അതായത് വ്യക്തികളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് ആദായ നികുതി. അതുപോലെ വ്യവസായ സ്ഥാപനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി. ഇത്തരത്തിലുള്ള നികുതിയെയാണ് നമ്മൾ പൊതുവായിട്ട് പ്രത്യക്ഷ നികുതികൾ എന്ന് പറയുന്നത്. എന്താണ്? വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതികളാണ് പ്രത്യക്ഷ നികുതികൾ. ഓക്കെ, അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും സാമൂഹ്യനീതി കൈവരിക്കുന്നതിനുമുള്ള ഒരു പ്രധാനപ്പെട്ട ധനനയമായിട്ടാണ് പ്രത്യക്ഷ നികുതിയെ കാണുന്നത്. നമ്മൾ പറഞ്ഞു വ്യക്തിഗത നികുതിയും അതുപോലെ കോർപ്പറേറ്റ് നികുതിയും ഉണ്ട്. അപ്പോൾ ഇതിൽ വ്യക്തിഗത ആദായ നികുതി എന്ന് പറയുന്നത് പ്രോഗ്രസീവാണ്, വർദ്ധമാനമാണ്. അതായത് വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് നികുതി നിരക്കും ഉയരുന്നതാണ് വ്യക്തിഗത ആദായ നികുതി. എന്നാൽ കോർപ്പറേറ്റ് നികുതി വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. കോർപ്പറേറ്റ് നികുതി ആനുപാതികമാണ്.
അതായത് കോർപ്പറേറ്റ് ലാഭത്തിൻ്റെ ഒരു നിശ്ചിത അനുപാതം മാത്രമാണ് ഗവൺമെൻറ്റിന് നികുതിയായിട്ട് കൊടുക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മേൽ ചുമത്തുന്ന നികുതികളാണ്. അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും സാമൂഹ്യനീതി കൈവരിക്കുന്നതിനുമുള്ള പ്രധാനപ്പെട്ട ധനനയമായിട്ടാണ് പ്രത്യക്ഷ നികുതിയെ കണക്കാക്കുന്നത്. വ്യക്തിഗത നികുതി എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ആണ്. കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത് ആനുപാതികമാണ്. ഓക്കെ. ഇനി പരോക്ഷ നികുതികൾ, ഇൻഡയറക്റ്റ് ടാക്സസ്, GST ചരക്ക് സേവന നികുതി, അതുപോലെ കസ്റ്റംസ് ഡ്യൂട്ടി തുടങ്ങിയവയാണ് നമ്മൾ പൊതുവെ പരോക്ഷ നികുതികൾ എന്ന് പറയുന്നത്. സാധന സേവനങ്ങൾക്കുമേൽ ചുമത്തുന്ന നികുതികളാണ് പരോക്ഷ നികുതികൾ. പൊതുവെ പറയുകയാണെങ്കിൽ സാധന സേവനങ്ങൾക്കുമേൽ ചുമത്തുന്ന നികുതികളെയാണ് പരോക്ഷ നികുതികൾ എന്ന് പറയുന്നത്. ചരക്ക് സേവന നികുതി പോലുള്ള പരോക്ഷ നികുതികൾ പൊതുവെ ആനുപാതിക നികുതികളാണ്. പിന്നെ അവശ്യ വസ്തുക്കളെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉയർന്ന നികുതി ചുമത്തുന്നവയുമാണ്. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക. അവശ്യ വസ്തുക്കളെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഉയർന്ന നികുതി ചുമത്തപ്പെടുന്നവയുമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യക്ഷ പരോക്ഷ നികുതികൾ എന്ന് മനസ്സിലായല്ലോ. അതോടുകൂടി നികുതി വരുമാനം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അടുത്തത് നികുതിയേതര വരുമാനമാണ്, നോൺ ടാക്സ് റവന്യൂ. പേര് പോലെ തന്നെ നികുതികൾക്ക് പുറമേയുള്ള സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെയാണ് നികുതിയേതര വരുമാനമായിട്ട് കണക്കാക്കുന്നത്. അതായത് നികുതിയേതര വരുമാനം എന്ന് പറയുന്നത് നികുതികൾക്ക് പുറമേയുള്ള സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനങ്ങളല്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പെടുന്നത്? നികുതിയേതര വരുമാനത്തിൽ എന്തൊക്കെ പെടും? ഗവൺമെൻറ്റിന് ലഭിക്കുന്ന പലിശ, ലാഭവിഹിതം, ഫീസായിട്ട് ലഭിക്കുന്ന തുക, പിഴയായിട്ട് ലഭിക്കുന്ന തുക, ഇവയൊക്കെ നികുതിയേതര വരുമാനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്കും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ വായ്പ നൽകുന്നുണ്ടല്ലോ. ഈ വായ്പകൾക്ക് ലഭിക്കുന്ന പലിശ ഗവൺമെൻറ്റിൻ്റെ നികുതിയേതര വരുമാനമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലാഭവിഹിതവും നികുതിയേതര വരുമാനത്തിൽ തന്നെയാണ് പെടുന്നത്. അതുകൂടാതെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾക്കുള്ള ഫീസ്, അതുപോലെ അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നുള്ള ഗ്രാൻഡ്, ഇതൊക്കെ നികുതിയേതര വരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നികുതിയേതര വരുമാനം? നികുതിക്ക് പുറമെയുള്ള സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെയാണ് നികുതിയേതര വരുമാനമായിട്ട് കണക്കാക്കുന്നത്. അതായത് ഗവൺമെൻറ്റിന് ലഭിക്കുന്ന പലിശ, ലാഭവിഹിതം, ഫീസ്, പിഴ തുടങ്ങിയവയൊക്കെ നികുതിയേതര വരുമാനമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഗവൺമെൻറ് ബജറ്റിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? റവന്യൂ ബജറ്റെന്നും മൂലധന ബജറ്റെന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ റവന്യൂ ബജറ്റിൻ്റെ റവന്യൂ വരുമാനത്തെക്കുറിച്ചും മൂലധന വരുമാനത്തെക്കുറിച്ചും പറഞ്ഞു. റവന്യൂ വരുമാനത്തിൽ വരുന്ന നികുതി വരുമാനം, നികുതിയേതര വരുമാനം എന്നിവയെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെലവുകളെ കുറിച്ച് പഠിക്കാം. ചെലവുകൾ റവന്യൂ ചെലവുകളും മൂലധന ചെലവുകളാണ് ഉള്ളത്. അവയുടെ വിശദാംശങ്ങൾ നമുക്ക് ഇനി നോക്കാം. ബജറ്റിൻ്റെ ചെലവുകളുടെ വർഗീകരണം നമ്മൾ പൊതുവെ പറയുമ്പോൾ രണ്ടായിട്ടാണ് ചെലവുകൾ വരുന്നത് നമ്മൾ പറഞ്ഞു. റവന്യൂ ചെലവുകളെന്നും അതുപോലെ മൂലധന ചെലവുകളെന്നും. അപ്പോൾ എന്താണ് റവന്യൂ ചെലവുകൾ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? ആസ്തികൾ ഉണ്ടാക്കുകയോ ബാധ്യതകൾ കുറയ്ക്കുകയോ ചെയ്യാത്ത ചെലവുകളെയാണ് റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത്. ആസ്തികൾ ഉണ്ടാക്കുന്നില്ല, അതുപോലെ ബാധ്യതകളൊന്നും കുറയ്ക്കുന്നുമില്ല. അത്തരത്തിലുള്ള ചെലവുകളെയാണ് റവന്യൂ ചെലവുകൾ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പതിവ് ക്രമത്തിൽ വരുന്ന ചെലവുകളായിരിക്കില്ലേ റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത്? ഉദാഹരണത്തിന് ഗവൺമെൻറ് ജോലിക്കാർക്കുള്ള ശമ്പളം, പെൻഷൻ, വായ്പയ്ക്കുള്ള പലിശ അടവ്, ഇവയൊക്കെ നമുക്ക് റവന്യൂ ചെലവുകളുടെ ഉദാഹരണമായിട്ട് എടുക്കാവുന്നതാണ്. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവയൊക്കെ ആസ്തി ഉണ്ടാക്കുകയോ ബാധ്യതകൾ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് റവന്യൂ ചെലവുകളുടെ ഉദാഹരണം വരുന്നത്? പതിവ് ക്രമത്തിൽ വരുന്ന ചെലവുകളാണ് റവന്യൂ ചെലവുകൾ. ഉദാഹരണം ഗവൺമെൻറ് ജോലിക്കാർക്കുള്ള ശമ്പളം, പെൻഷൻ, വായ്പയ്ക്കുള്ള പലിശ അടവ് എന്നിവയൊക്കെയാണ് കേട്ടോ. അപ്പോൾ റവന്യൂ ചെലവുകൾ മനസ്സിലായല്ലോ. ഈ ഒരു റവന്യൂ ചെലവിനെ രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട്. പദ്ധതി റവന്യൂ ചെലവെന്നും അതുപോലെ പദ്ധതിയേതര റവന്യൂ ചെലവെന്നും. ഈ രണ്ട് വിഭാഗങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് മൂലധന ചെലവുകൾ എന്താണെന്ന് നോക്കാം. മൂലധന ചെലവുകൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ.
മൂലധന ചെലവുകൾ. പ്രത്യക്ഷ ഉൽപാദനക്ഷമതയുള്ള ചെലവുകളാണ് മൂലധന ചെലവുകൾ. അതായത് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എല്ലാ ചെലവുകളും മൂലധന ചെലവുകളാണ്. ഉദാഹരണമായിട്ട് റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, വൈദ്യുത നിലയങ്ങൾ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഗവൺമെൻറ്റിന് ഭീമമായിട്ടുള്ള ചെലവുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഇത്തരം മൂലധന ചെലവുകൾ ഉൽപാദന വർധനവിനും അതുപോലെ സാമ്പത്തിക വളർച്ചയ്ക്കും സഹായകമാകുന്നുണ്ട്. ഓക്കെ, ഇനി കേന്ദ്രം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നൽകുന്ന വായ്പകളില്ലേ, അതും മൂലധന ചെലവുകളായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ വായ്പകളൊക്കെ തിരിച്ചടക്കേണ്ടവയാണ്. അപ്പോൾ അതുകൊണ്ട് ആ വായ്പകളും മൂലധന ചെലവുകളായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. ഇനി ആദ്യകാലത്തിൽ ഈ മൂലധന ചെലവുകളെയും പദ്ധതി ചെലവുകളെന്നും പദ്ധതിയേതര ചെലവുകളെന്നും നമ്മൾ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു, റവന്യൂ ചെലവുകളിലെ പോലെ. പക്ഷേ എന്നാൽ ആസൂത്രണ പരിപാടി നിർത്തലാക്കിയതിന് ശേഷം ഈ ഒരു വർഗീകരണം ഇപ്പോൾ പ്രസക്തമല്ലാണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂലധന ചെലവുകൾക്ക് ഒരു പിന്നീട് തുടർച്ചയായിട്ടൊരു വർഗീകരണമൊന്നും ഇല്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ മൂലധന ചെലവുകൾ എന്താണ്? മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എല്ലാ ചെലവുകളും മൂലധന ചെലവുകളാണ്. ഓക്കെ, ഇനി നമുക്ക് റവന്യൂ ചെലവുകളിലേക്ക് തിരിച്ചു വരാം. റവന്യൂ ചെലവുകളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. പദ്ധതി റവന്യൂ ചെലവുകളെന്നും പദ്ധതിയേതര റവന്യൂ ചെലവുകളെന്നും. അതിൽ നമുക്ക് പദ്ധതി റവന്യൂ ചെലവുകൾ എന്താണെന്ന് നോക്കാം. പദ്ധതി റവന്യൂ ചെലവുകൾ അല്ലെങ്കിൽ പ്ലാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അടുത്ത വർഷത്തേക്കുള്ള പദ്ധതിയിലെ പ്രൊജക്റ്റുകളും അതുപോലെ സ്കീമുകളും നടപ്പിലാക്കുന്നതിനായിട്ട് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള നിർദ്ദിഷ്ട ചെലവുകളെയാണ് പദ്ധതി റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത്. അടുത്ത വർഷത്തേക്കുള്ള പദ്ധതിയിലെ പ്രൊജക്റ്റുകളും സ്കീമുകളും നടപ്പിലാക്കുന്നതിനായിട്ട് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ള ചെലവുകളെയാണ് പദ്ധതി റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത്. ഇതിൽ കേന്ദ്ര പദ്ധതികളും അതുപോലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പദ്ധതികളുള്ള ധനസഹായവും ഉൾപ്പെടുന്നുണ്ട്. ഇനി പദ്ധതിയേതര റവന്യൂ ചെലവുകൾ. അടുത്ത വർഷത്തെ പദ്ധതിയേതര പ്രവർത്തനങ്ങൾക്കായിട്ട് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള നിർദ്ദിഷ്ട ചെലവുകളെയാണ് പദ്ധതിയേതര റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത്. പദ്ധതി ചെലവുകൾ പറഞ്ഞതുപോലെ തന്നെയാണ് വരും വർഷങ്ങളിലേക്കുള്ള പദ്ധതിയേതര പ്രവർത്തനങ്ങൾക്കായിട്ട് കരുതി വച്ചിട്ടുള്ള ചെലവുകളെയാണ് പദ്ധതിയേതര ചെലവുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ടുള്ള സാമ്പത്തിക സാമൂഹ്യ സേവനങ്ങളൊക്കെ ഈ ഒരു പദ്ധതിയേതര റവന്യൂ ചെലവിലാണ് ഉൾപ്പെടുന്നത്. അതായത് പലിശ അടവ്, ദേശസുരക്ഷാ സേവനങ്ങൾ, സബ്സിഡികൾ, ശമ്പളം, പെൻഷൻ മുതലായവയൊക്കെ ഈ ഒരു പദ്ധതിയേതര റവന്യൂ ചെലവിൻ്റെ ഉദാഹരണമാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ടുള്ള സാമ്പത്തിക സേവനങ്ങളൊക്കെ ചെലവുകളായിട്ട് കണക്കാക്കുന്നത് പദ്ധതിയേതര റവന്യൂ ചെലവുകളിലാണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഭാഗം ഏതാണ്? മുൻകാല വായ്പകൾക്കുള്ള പലിശ അടവുകളാണ് ഇന്ത്യയിൽ റവന്യൂ ചെലവുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കേട്ടോ. മുൻകാല വായ്പകൾക്കുള്ള പലിശ അടവ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമതായിട്ട് എന്താണ് വരുന്നത്? രണ്ടാമതായിട്ട് പ്രതിരോധ മേഖലയാണ്. പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ചെലവ്, ഡിഫൻസ് കേട്ടോ, രാജ്യരക്ഷാ ചെലവുകളാണിത്. പ്രതിരോധ ചെലവുകളാണ് റവന്യൂ ചെലവുകളിൽ രണ്ടാമതായിട്ട് വരുന്നത്. ഇനി സബ്സിഡികളും ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ചെലവുകളിലെ പ്രമുഖ ഭാഗമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതായത് സൗജന്യമോ വില കുറഞ്ഞതോ ആയ ഭക്ഷ്യധാന്യങ്ങൾ, സൗജന്യ വിദ്യാഭ്യാസം, കർഷകർക്ക് സൗജന്യ വൈദ്യുതി, സൗജന്യമോ ചെലവ് കുറഞ്ഞതോ ആയിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ തുടങ്ങിയവയ്ക്ക് വരുന്ന ചെലവുകളാണ് സബ്സിഡികൾ. ഇതൊക്കെ വരുന്നത് പദ്ധതിയേതര റവന്യൂ ചെലവുകളിലാണ് കേട്ടോ. ഇനി നിങ്ങൾ ആ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കിക്കേ. നമ്മളത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ബജറ്റിനെ രണ്ടായിട്ട് ഭാഗിച്ചു. റവന്യൂ ബജറ്റെന്നും മൂലധന ബജറ്റെന്നും. മൂലധന ബജറ്റിനെ പിന്നീട് മൂലധന വരുമാനങ്ങളെന്നും മൂലധന ചെലവുകളെന്നും കണ്ടു. റവന്യൂ ബജറ്റിൽ റവന്യൂ വരുമാനങ്ങളെന്നും റവന്യൂ ചെലവുകളെന്നും കണ്ടു. റവന്യൂ വരുമാനത്തിൽ നികുതി വരുമാനവും നികുതിയേതര വരുമാനവും നമ്മൾ കണ്ടു. അതിനുശേഷം നികുതി വരുമാനത്തിൽ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും കണ്ടു. റവന്യൂ ചെലവുകളിൽ പദ്ധതി റവന്യൂ ചെലവുകളും പദ്ധതിയേതര റവന്യൂ ചെലവുകളും നമ്മൾ കണ്ടു. അതോടുകൂടി അവർ ഫ്ലോ ചാർട്ട് പൂർത്തിയായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു ബജറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക?
ഒരു ബജറ്റ് തയ്യാറാക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളായിരിക്കും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക? അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഒരു ബജറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ മുൻ വർഷത്തെ യഥാർത്ഥ കണക്കും അതുപോലെ ഈ വർഷത്തെ ബജറ്റും പുതിയ ഒരു കണക്കും ഇനി വരാനിരിക്കുന്ന വർഷത്തേക്കുള്ള ബജറ്റ് എസ്റ്റിമേറ്റും നമ്മൾ നോക്കും. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ബജറ്റിൽ പ്ലാൻ ഇട്ടിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, എന്തൊക്കെ നടന്നില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ മുൻ വർഷത്തെ യഥാർത്ഥ കണക്കിൽ നിന്നും അതുപോലെ ഈ വർഷം നമ്മളിപ്പോൾ ഇടുന്ന ബജറ്റും അതുപോലെ പുതുക്കിയിട്ടുള്ള കണക്കുകളും കഴിഞ്ഞ വർഷത്തെ അനുബന്ധിച്ച് നമ്മൾ ഈ വർഷം പുതുക്കിയിട്ടുള്ള കണക്കുകളും ഇനി വരാനിരിക്കുന്ന വർഷത്തേക്ക് എന്തായിരിക്കും നമ്മൾ എസ്റ്റിമേറ്റ് ഇടുക എന്നുള്ള ബജറ്റ് എസ്റ്റിമേറ്റും ചേർത്താണ് ഒരു ബജറ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ബജറ്റിന് 2 അക്കൗണ്ടുകൾ ഉണ്ടെന്ന്, റവന്യൂ ബജറ്റും മൂലധന ബജറ്റും. ഇതിൽ നടത്തിപ്പ് സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് റവന്യൂ അക്കൗണ്ടാണ്, അല്ലെങ്കിൽ റവന്യൂ ബജറ്റാണ്. നടത്തിപ്പ് സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട ബജറ്റ് റവന്യൂ അക്കൗണ്ടാണ്. അതിൽ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ഉൾപ്പെടുന്നുണ്ട് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് ഗവൺമെൻറ്റിൻ്റെ ആസ്തികളും ബാധ്യതകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് എന്ന് പറയുന്നത് മൂലധന അക്കൗണ്ടാണ്. ഗവൺമെൻറ്റിൻ്റെ ആസ്തികളും ബാധ്യതകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് എന്ന് പറയുന്നത് മൂലധന അക്കൗണ്ടാണ്, അല്ലെങ്കിൽ മൂലധന ബജറ്റാണ്. ഇതിൽ മൂലധന വരുമാനവും മൂലധന ചെലവും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനിയൊന്ന് പൊതുവെ വിലയിരുത്തുകയാണെങ്കിൽ ബജറ്റിനെ 2 കാഴ്ചപ്പാടിൽ കൂടി നമുക്ക് കാണാനായിട്ട് പറ്റും. ഒന്നാമത്തേത് അക്കൗണ്ടിങ് കാഴ്ചപ്പാടും രണ്ടാമത്തേത് സാമ്പത്തിക കാഴ്ചപ്പാടുമാണ്. ഇതിൽ അക്കൗണ്ടിങ്ങിൻ്റെ കാഴ്ചപ്പാടിൽ ബജറ്റ് എന്ന് പറയുന്നത് എന്താണ്? അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു പ്രതീക്ഷിത വരവ് ചെലവ് കണക്കുകളുടെ ഒരു ധനകാര്യ പ്രസ്താവന. എന്നാൽ സാമ്പത്തിക കാഴ്ചപ്പാടിലോ സാമൂഹ്യ നീതി, സാമൂഹിക സ്ഥിരത, സാമ്പത്തിക സ്ഥിരത തുടങ്ങിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധനനയ ഉപകരണമാണ് ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബജറ്റിനെ 2ആയിട്ട് കാണാൻ പറ്റും, അക്കൗണ്ടിങ് കാഴ്ചപ്പാടിലും അതുപോലെ സാമ്പത്തിക കാഴ്ചപ്പാടിലും. ഇതൊരു പൊതു അവലോകനമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടിയിട്ട് ബജറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ വളരെ ലളിതമായ രീതിയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട പോയിൻറ്റ്സും നമ്മൾ ഇതിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം വളരെ കൃത്യമായി നോക്കി പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക, റിവിഷൻ്റെ ഭാഗമായിട്ട് ഈ ക്ലാസ്സുകൾ കൂടി ഉൾപ്പെടുത്തുക. അങ്ങനെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.